ഏവർക്കും സ്വാഗതം. പവൻ ഗോൾഡ്, തിരൂർ. ലഹരിയുമായി യുവാക്കൾ ഓടിച്ചിട്ട് പിടികൂടി നാട്ടുകാരും തിരൂർ പോലീസും. തിരൂർ ബസ് സ്റ്റാൻഡിൽ നടന്നത് നാടകീയ രംഗങ്ങൾ. സംസ്ഥാന ആഭ്യന്തര വകുപ്പ് കേരളത്തിലുടനീളം നടപ്പിലാക്കി വരുന്ന ഓപ്പറേഷൻ തൂഫാൻ ശിഹാബ് തങ്ങൾ ആശുപത്രിയുടെ നേതൃത്വത്തിലുള്ള ഇമയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. ലഹരി കൈമാറുന്നതിനിടെ വിദ്യാർത്ഥികളെ പിടികൂടുന്ന നാട്ടുകാരും അതിനിടയിലേക്ക് തിരൂർ ഡിവൈഎസ്പി, CI, SI എന്നിവരുടെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സന്നാഹം എത്തുന്നതും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. പൊന്നാനി MP അബ്ദുസമദ് സമദാനി മോക്ക് ഡ്രിൽ ലഹരിവിരുദ്ധ ദിന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. മക്കളാൽ കൊല ചെയ്യപ്പെട്ട മാതാക്കളുടെ കണക്കെടുക്കണം. കൊല്ല മാത്രല്ല, ഒരു മകൻ മാതാവിനെ കൊന്നിട്ട് പറഞ്ഞത് എന്നെ ഗർഭം ചുമന്നതിനും പ്രസവിച്ചതിനുമുള്ള പ്രതിഫലം ആ സ്ത്രീക്ക് ഞാൻ കൊടുത്തു എന്നാണ്. അത് മയക്കുമരുന്നിന് മാത്രം പറയിപ്പിക്കാൻ പറ്റിയൊരു കാര്യമാണ്. MLA കുറുക്കോളി മൊയ്തീൻ മുഖ്യപ്രഭാഷണം നടത്തി. ഒരു നല്ല സാമൂഹ്യ സൃഷ്ടിക്ക് വേണ്ടി ഈ വരും തലമുറയെ അപകടപ്പെടാതിരിക്കാൻ നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്തമാണ് കേരള സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നത്. ശിഹാബ് തങ്ങൾ ഹോസ്പിറ്റൽ ചെയർമാൻ അബ്ദുറഹ്മാൻ രണ്ടത്താണി അധ്യക്ഷനായി. ഹോസ്പിറ്റൽ വൈസ് ചെയർമാനും തിരൂർ നഗരസഭാ ചെയർപേഴ്സണുമായ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി സ്വാഗതം പറഞ്ഞു. തിരൂർ ഡിവൈഎസ്പി P. സിദ്ദിഖ് തൂഫാൻ സന്ദേശം കൈമാറി. CI അനിൽ തൂഫാൻ പ്രതിജ്ഞ ചൊല്ലി. ചടങ്ങിൽ SIമാരായ നസീർ തിരൂർക്കാട്, ജിതിൻ, അനുഷ, ഹോസ്പിറ്റൽ സെക്രട്ടറി അഡ്വക്കേറ്റ് AK മുസമിൽ, MD ഡോക്ടർ മുസ്തഫ, മാനേജർ ഫസലുദ്ദീൻ, ജീവനക്കാരായ ജസ്റ്റിൻ, വഹാബ് TE, ഷംസുദ്ദീൻ കുന്നത്ത്, സുഹൈൽ, ഏഴൂർ, പറവണ്ണ, ആലത്തിയൂർ, പുറത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ SPC വിദ്യാർത്ഥികളും ശിഹാബ് തങ്ങൾ അക്കാദമി വിദ്യാർത്ഥികളും മത്സ്യ ചുമട് വ്യാപാരി, വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക നേതാക്കളും മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി ചടങ്ങിൽ പങ്കെടുത്തു.